സാർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് പ്രതിസന്ധികളായിരുന്നു ചിത്രത്തിൻ്റെ ഒരു തുടക്കവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പം ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ എത്ര ദിവസം പിന്നിട്ട് സാർ? ഇപ്പം ഷൂട്ടിംഗ് ആയിട്ട് 45 ദിവസം. 45 ദിവസം പിന്നിട്ട്. ഇനിയൊരു 4 ദിവസം കൂടി തീരും. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ എവിടെയായിരുന്നു? ആദ്യത്തെ ലൊക്കേഷൻ എറണാകുളവും അതിരപ്പള്ളി. അവിടെ കഴിഞ്ഞിട്ടാണ്. അതെ. അപ്പം യക്ഷിക്കഥയാണ്. അപ്പോൾ വിനയൻ്റെ യക്ഷി സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ആകാശഗംഗയാണ് നമ്മൾ ഓർമ്മ വരുന്നത്. അതെ. ആകാശഗംഗ എന്ന് പറയുന്നത് 10 വർഷം മുമ്പായിരുന്നു. ആകാശഗംഗ നമുക്കറിയാം. ആകാശഗംഗ വർഷങ്ങൾക്ക് ശേഷം ഒരു യക്ഷിക്കഥയായിരുന്നു മലയാള സിനിമയിൽ. അന്ന് ആ യക്ഷിക്കഥ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിലും ടി വിയിലും ഒക്കെ പിന്നെ യക്ഷികൾ ഇങ്ങനെ വെള്ളസാരി ഉടുത്ത് പാടി നടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ മുത്തശ്ശി കഥകളും നമ്മുടെ മിത്തുകളും ഒക്കെ നമ്മുടെ മലയാള പ്രേക്ഷകൻ്റെ മനസ്സിലെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അതിനകത്ത് ആ പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥയ്ക്കൊന്നും ഒരു സ്ഥാനമുണ്ടെന്നുള്ളൊരു സത്യമാണ്. എൻ്റർടൈനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു യക്ഷിക്കഥ, പ്രത്യേകിച്ച് ഈ ഹൊറർ ഫിലിം, നമ്മൾ അന്ന് ആകാശഗംഗ എടുക്കുമ്പോൾ നമ്മുടെ ഗ്രാഫിക്സിനും സൗണ്ടിനും ഒക്കെ അന്ന് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഒരുപാട് ലിമിറ്റ് ഗ്രാഫിക്സ് ഒന്നുമില്ല. മിച്ചൽ ക്യാമറയിൽ കൂടെയാണ് ഞങ്ങൾ യക്ഷിയെ പറപ്പിച്ചതും അതൊക്കെ സംഭവം. ഇപ്പം നമ്മുടെ ഒത്തിരി ടെക്നോളജി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇപ്പം ആകാശഗംഗയിൽ ഞാൻ പുതിയ പിള്ളേരെ വെച്ചിട്ടാണ് ആ പടം ചെയ്തത്. അതൊരു കോമഡി മിക്സ്ഡായിരുന്നു. ഇതിനകത്തും കോമഡി ഉണ്ട്. പുതിയ കോമഡിയൻസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിള്ളേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ ഒത്തിരി എൻ്റെ മനസ്സിലെ ചിന്തകൾക്ക് കൂടുതൽ വ്യാപരിക്കാൻ പറ്റുന്ന ടെക്നോളജി ഇന്നത്തെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് താരങ്ങൾ ആരൊക്കെയാണ് സാർ പ്രധാന വേഷം ചെയ്യുന്നവർ? അറിയാമല്ലോ, താരങ്ങൾ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കരുത്. ഞാൻ മലയാള സിനിമയിൽ ആരെന്നറിയാം, ഞാൻ നല്ലതിനു വേണ്ടി, അതായത് പുതിയ ആൾക്കാർ വരണം, താരങ്ങളുടെ ഈ ആധിപത്യം, സൂപ്പർ താരങ്ങളുടെയും, നമ്മുടെ സൂപ്പർ താരമല്ല, ഞാൻ തന്നെ വളർത്തിവിട്ട താരങ്ങളാണെങ്കിൽ പോലും 3-4 സിനിമ കഴിയുമ്പം ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും അവരുടെ വാക്കിന് വിലയില്ലാത്തൊരവസ്ഥ ഇന്ന് മലയാള സിനിമയിലുണ്ട്. പണ്ടുണ്ടായിരുന്നു അവർക്ക് വില. സാറ് വളർത്തിവിട്ടവർ തന്നെയാണ്. അല്ല, അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാൻ, അതിലൊന്നും ഞാൻ പറയുന്നില്ല. അതെ. അപ്പം നമ്മൾ പണ്ട് നിർമ്മാതാവിനും ഡയറക്ടർക്കും ഫിലിം മേക്കർക്കും ഒരു വിലയുണ്ടായിരുന്നു. ഇന്നത് മാറിയിട്ട് താരങ്ങൾക്ക് വേണ്ടി കഥ ഉണ്ടാക്കുന്നു, അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, കൂടെ അഭിനയിക്കേണ്ടവരാരാന്ന് അവർ പറയുന്നു. ഇന്ന ഡയറക്ടറോടൊരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്ടർ പറയും, ഒന്ന് താരത്തെ ഒന്ന് കണ്ടേക്കൂ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഡയറക്ടർമാർ ചെറുപ്പക്കാരോട് എനിക്ക് അവജ്ഞയാണ് അവരോട്. അങ്ങനെയുള്ള ചെറുപ്പക്കാരോട് നമ്മൾ പറയും, തൻ്റേതാണ് പടം, തൻ്റെ ചിന്തകളാണ്, തൻ്റെ ചിന്ത പാളിപ്പാലി പടം ഫ്ലോപ്പാവും, ഏത് താരം അഭിനയിച്ചാലും. അങ്ങനെയാണെങ്കിൽ സൂപ്പർ താരം അഭിനയിക്കുന്ന പടങ്ങളിപ്പം കോടികളുടെ ലോസ് ഉണ്ടാക്കുകയാണ്. അതെല്ലാം ഓടണമല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഇമേജ് ഉണ്ടെന്നുള്ളത് കവിഞ്ഞ് ഒരു മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഒരു ഇനിഷ്യലായിട്ട് 1-2 ആൾ കയറും, അതിൻ്റെ കാശ് ഒരു സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവർ നിയന്ത്രിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഒരിക്കലും ഗുണകരമല്ല. അങ്ങനെ ഒരു മലയാള സിനിമ ഒരിക്കലും നിലനിൽക്കില്ല. പ്രത്യേകിച്ച് മലയാള സിനിമ കഥകളുടെ അടിസ്ഥാനത്തിൽ പോണ നല്ല സിനിമകൾ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കും. അപ്പോൾ അതിനെതിരെ പുതിയ ആൾക്കാർ വരണമെന്നും പറഞ്ഞും അവർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ സിനിമയ്ക്ക് ഒരു ദ്രോഹം ചെയ്ത ആളല്ല. പക്ഷേ ഇന്ന് വിനയന് സിനിമ ചെയ്യാൻ പാടില്ല, വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കരുത്. മൊത്തത്തിൽ വിലക്കാണ് കാര്യം. മലയാള സിനിമയിൽ ടോട്ടലി വിലക്കാണ് കാര്യം. വിനയനുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ പാടില്ല. അവരെല്ലാം വിലക്കും എന്നുള്ളൊരവസ്ഥ. ആര് ബന്ധപ്പെടുന്നു അവർക്കെല്ലാം എതിരെ വിലക്ക് കയറിയത്. അത് ഒഫീഷ്യലായിട്ടല്ല, ഒരു മൗനമായിട്ട് പോകുന്നൊരു സംഭവം. അതെ, അതുകൊണ്ട് തന്നെ അതിനെ എതിർത്തുകൊണ്ട് വന്നിരിക്കുന്ന തിലകൻ ചേട്ടന്, ക്യാപ്റ്റൻ രാജു, മാളാരൂന്നന്, സ്പടികൻ ജോർജ് മുതലായ താരങ്ങളും ഒട്ടേറെ പുതുമുഖങ്ങളുമുള്ള ഒരു ചിത്രമാണ്. പുതുമുഖങ്ങൾ ആരൊക്കെയാണ് സാർ പ്രധാന ഹീറോസായിട്ട് വരുന്നത് ഗൗതം ആൻഡ് റിക്കി. ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് ഇതിനകത്ത് വരുന്നത് ഷാനിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. പിന്നെ പ്രധാന വില്ലൻ രാജൻ പി ദേവിൻ്റെ മകൻ ജുബിൽ പി രാജൻ പി ദേവ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ, സാജൻ മാധവ്. ക്യാമറാമാൻ പുതിയ ആൾ നവാസ്. ഒട്ടേറെ പുതുമുഖങ്ങൾ. നവാസ് അദ്ദേഹം ആദ്യമായിട്ടാണ് തോന്നുന്നു മലയാള സിനിമ. അതെ, മലയാളിയാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആദ്യം. നേരത്തെ ഞാൻ വായിച്ചിരുന്നു മുംബൈ ആർട്ട് ഫിലിംസ് ഒന്നാണ് ചെയ്തു. അപ്പോൾ എന്താണ് സാർ ഈ കഥ? എന്താണ് യക്ഷി ഞാനെന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു കുറേയേറെ സസ്പെൻസും ത്രില്ലറും ഹൊറാറും. അപ്പോൾ അത് എന്താണ് ഈ സിനിമ? അല്ല, ഇത് സാധാരണ അങ്ങനെ യക്ഷിക്കഥ എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് ഉണ്ട്. മരിച്ചു പോകുന്ന ആത്മാവിൻ്റെ പ്രതികാരവും പ്രണയവും ഒക്കെ ആയിരിക്കും. നമ്മൾ അതിനോടൊപ്പം തന്നെ ഇന്നത്തെ സമകാലീന പ്രശ്നങ്ങളോടി
അത് ആ ബ്ലെൻഡിങ്ങാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ പടം കാണുമ്പം ജീവിച്ചിരിക്കുന്ന പല മുഖംമൂടി അണിഞ്ഞവരെക്കാളിലും നല്ലവരാണല്ലോ പ്രേതങ്ങൾ എന്ന് തോന്നിപ്പോണ ഒരു തമാശ നമുക്ക് പറയാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മൾ പ്രതികാരദാഹിയായ അല്ലെങ്കിൽ തനിക്ക് കിട്ടാതെ പോയ തനിക്ക് സാധിക്കാതെ പോയ മോഹങ്ങൾക്ക് വേണ്ടി സാഫല്യമാകാത്ത സ്വപ്നങ്ങൾക്ക് വേണ്ടി അലയുന്ന ആത്മാവിൻ്റെ കഥ പറയുമ്പോൾ അത് ഇന്നത്തെ സമകാലീന പ്രശ്നങ്ങളോട് കൂട്ടിയിണക്കി ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ യുവാക്കൾ കൊട്ടേഷൻ സംഘങ്ങളിലോട്ടും ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരുടെ യൗവനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും ഇതൊന്നും നമ്മൾ ഇന്ന് കണ്ടില്ല എന്ന് വെക്കുകയാണ്. യുവാക്കളാണ് നാടിൻ്റെ ഭാവി. എല്ലാ മഹാന്മാരായ രാഷ്ട്രീയക്കാരും പറയുന്നത് മഹാന്മാരും പറയുന്നത് യുവാക്കളാണ്. പക്ഷേ ഇന്ന് യുവാക്കൾ എവിടെയാണ്? യുവാക്കൾക്ക് പലർക്കും അവർക്ക് അസ്തിത്വമില്ലാതെ അലയുന്ന ഒരവസ്ഥ. അപ്പോൾ അതും ഒരു യക്ഷിയുടെ പ്രണയകഥയുമായിട്ട് എങ്ങനെ മിക്സ് ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു യക്ഷിയാണ്. നേരത്തെ യക്ഷിക്കഥകൾ പലതും വരുമ്പോൾ കുറേ പ്രാചീനത അതിന് ഫീൽ ചെയ്യുമായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട ഒരു ഒരു നാടിൻ്റെ പ്രശ്നവുമായിട്ട് ചേർന്ന് അത് നമ്മുടെ പരിസ്ഥിതി പ്രശ്നമൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുക. ഒരു നാടിലെ തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ചിട്ട് അവിടെ വലിയൊരു എസ്റ്റേറ്റിന് പകരം ഒരു ഫാക്ടറി വരുമെന്ന് ഇവിടുത്തെ വിപ്ലവ പാർട്ടികൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അങ്ങനെ ആ പരിസ്ഥിതിയും നാടിൻ്റെ ഭംഗിയും തൊഴിലാളികളുടെ ജോലിയും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി 30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു കുടുംബത്തിനകത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ ആത്മാവ കാര്യങ്ങൾ പറയാനായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ കൂടെ ഇതിനെ പറയാം. അപ്പം നായിക ആരാണ്? മേഘന എന്ന് പറഞ്ഞ കുട്ടിയാണ്, ബാംഗ്ലൂരുകാരിയാണ്. യക്ഷിയായി വരുന്നത് മേഘനയാണ്. അപ്പം പ്രണയം ഉണ്ടോ? പ്രണയമുണ്ട്. തീവ്രമായ പ്രണയമുണ്ട്. പ്രണയത്തിനും സ്നേഹത്തിനും മാത്രമേ നമുക്കെന്തെങ്കിലും എന്താ പറയുക ഒടുവിൽ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ആത്യന്തികമായി എന്നുള്ള ഒരു സംഭവനകത്ത്. എത്ര പാട്ടുകളും? 4 പാട്ടുണ്ട്. കൈതപ്പുറമാണ് എഴുതിയിരിക്കുന്നത്. ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. 4 പാട്ടുകൾ. അപ്പോൾ പടത്തെക്കുറിച്ച് ടോട്ടലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു സാർ. ഇത് അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന കുറച്ച് പ്രതിസന്ധികളുണ്ടാവല്ലോ, അതൊന്ന് കുറച്ചൊന്ന് അല്ല, അത് അരുൺ തന്നെ പറഞ്ഞു, അത് രഹസ്യമാണ്, പരസ്യം അല്ല. വളരെ മോശമായ, എനിക്ക് ലജ്ജ തോന്നുന്നു. നമ്മുടെ മലയാള സിനിമയിലെ പ്രമുഖരായ സൂപ്പർ താരങ്ങളിൽ ചിലരും സൂപ്പർ ഡയറക്ടർമാരും ഒക്കെ ഇത്രമാത്രം ഭയക്കുന്നത് എന്തിനാണല്ലേ? എനിക്കറിയാമല്ലോ, ഞാനിവരോടൊന്നും പേഴ്സണലായിട്ട് വൈരാഗ്യം കാണിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ ആരുടെയും പേഴ്സണൽ സിനിമകൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചെല്ലാറില്ല. ഒരു സൂപ്പർ താരത്തിൻ്റെ പുറകെ ഡേറ്റിന് നടക്കാറില്ല. ആരെയെങ്കിലും അങ്ങോട്ട് സഹായിച്ചിട്ടുള്ളൂ. അല്ലാതെ മലയാള സിനിമയിലെ ഒരു ഡയറക്ടറെയും ഒരു തൊഴിലാളിയെയും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. എൻ്റേതായ അഭിപ്രായങ്ങൾ വിട്ടു തുറന്ന് പറയും. അത് ഇന്നും പറയും, നാളെയും പറയും. ഇവരെല്ലാം കൂടി ഒത്തുചേർന്ന് നിന്നാലും പറയും, സിനിമ ചെയ്തില്ലേലും പറയും. അതെൻ്റെ ഒരു ക്യാരക്ടർ. നമുക്കറിയാം കാര്യം. കഴിഞ്ഞ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം സാർ സിനിമ ചെയ്യാൻ ഇത്രയും കാലം സാർ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ തന്നെ നിന്നവരെല്ലാം മാറി, പലരും പോയി. അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി. ഇപ്പോൾ ഒരു പടം ചെയ്യണം, വീട് പട്ടിണിയാണ് എന്ന് പറയുന്നത് ഞാൻ പറയാറില്ല. എൻ്റെ കൂടെ നിന്ന് ലാസ്റ്റ് പോയോട് പോലും ഞാൻ പറയും, എന്താ പോയ ചേട്ടാ, എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞു, എനിക്കൊരു പടം തരാമെന്ന് പറഞ്ഞു, എന്നെ അങ്ങനെ വിളിച്ചു, എനിക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞു. അതാണ് ലോകം. ഇവിടെ വലിയ വലിയ വിപ്ലവ പ്രസ്ഥാനങ്ങൾ അങ്ങനെ നടക്കുന്നു. പിന്നെയാണോ സിനിമയുടെ കാര്യം? അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും എൻ്റെ സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ നിൽക്കുന്നു. മലയാള സിനിമയിലൊരു മാഫിയ സംഘമുണ്ട്. ഇവർ കോടികൾ മേടിക്കുകയും ഇവിടുത്തെ സിനിമ കയ്യിലൊതുക്കുകയും പുതിയ നാമ്പുകളെ വരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയൊരു ഭാഗമുണ്ട്. അവർക്കെതിരെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. വിനയൻ ഇന്ന് വന്നു, നാളെ പോയി, വേറെ വിനയന്മാർ ഒത്തിരി ഇവിടെ ഉണ്ടാകും. അന്നേരം ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാറാൻ നമ്മുടെ ഈ വിപ്ലവ കേരളത്തിൽ ഇത്രയും താമസിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഗ്ലാമറും ഇതിൻ്റെ സാമ്പത്തികമായ പിടിയുമാണ്. ഇപ്പോൾ ഒരു സൂപ്പർ താരം വിളിച്ച് പറഞ്ഞാൽ മന്ത്രിക്ക് പോലും ചിലപ്പോൾ അയ്യോ അങ്ങനെയാണോ വിനയൻ ഭയങ്കര കുഴപ്പക്കാരനാണോ അത് ശരി എന്ന് തോന്നുന്ന ഒരവസ്ഥ. സാർ, എൻ്റെ സിനിമയിൽ ഞാൻ മേടിച്ചിരിക്കുന്ന കോടികൾ അഡ്വാൻസ്, അതിനൊരു രേഖ വേണം, അതിനൊരു ഒരു തീരുമാനം വേണം എന്ന് ഒരു അസോസിയേഷൻ വിനയൻ ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടെന്നല്ലല്ലോ പറയുന്നത്. എന്താണ് വിനയൻ ചെയ്തുകൊണ്ട് വരുന്നത്? അത് ഞാനൊരുവട്ടം എന്താണ്, എനിക്ക് ഇവരുടെ എല്ലാം ആവശ്യമുണ്ടോ, ഞാനിവിടെ കുറേ പോകാറുണ്ടോ? നമ്മൾ പറഞ്ഞത് ഒരു സിനിമയിൽ അഡ്വാൻസ് കോടികൾ മേടിക്കുമ്പോൾ 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചൊരു താരം ആ 40 ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത ഡയറക്ടറെ പുല്ലുപോലെ പിടിച്ച് മാറ്റിയപ്പോൾ ഇതൊരു ബിസിനസ് കൂടെയാണ്, കല മാത്രമല്ല. കലയാണെങ്കിൽ നമുക്ക് പാട്ട് എഴുതാം, നാടകം കളിക്കാം, വെറും 10,000 1 ലക്ഷം രൂപയൊക്കെ മതി. ഇത് കോടികളുടെ ബിസിനസ്സാണ്. അവിടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കണം. ശ്രീമാൻ ദിലീപ് 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് അത് കൊണ്ടുകൊടുത്ത ഡയറക്ടറെ എന്താ പറയുക തൃണം കണക്കെടുത്ത് മാറ്റിയപ്പോൾ
അത് ശരിയല്ല. ഇതിന് ചില ഒരു നിയമ എത്തിക്സ് വേണം എന്ന് പറഞ്ഞപ്പം മമ്മൂട്ടിക്കും തോന്നി ഞാനും മേടിച്ചിട്ടുണ്ട് കോടികൾ അഡ്വാൻസ് പലയിടത്തുനിന്ന്. അവിടെയൊക്കെ ഞാനും നിയമം പാലിക്കേണ്ടി വന്നാൽ എന്നെയും ചോദ്യം ചെയ്യപ്പെടും. അതെ, അപ്പം നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നമുക്ക് എന്താണ് ഇവനെ ഉടയ്ക്കുക? നമ്മുടെ കയ്യിലല്ലേ സിനിമ, നമ്മുടെ കയ്യിലല്ലേ ആധിപത്യം, നമ്മുടെ കയ്യിലല്ലേ പൈസ. അപ്പോൾ ഒരു വിനയന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. തൊഴിലാളിയൊക്കെ നമുക്ക് കൈകൾ എടുക്കാൻ പറ്റും. ജോലി കൊടുക്കേണ്ട ആദ്യം, പിന്നെ ജോലി അപ്ലിക്കേഷൻ എറിഞ്ഞു കൊടുക്കുക, പിടിക്കുക. അങ്ങനെ പലരും പിടിച്ചു. എന്നെ കിട്ടില്ല. 100 മമ്മൂട്ടി വന്നാലും വിനയനെ കിട്ടില്ല. അത് മമ്മൂട്ടിക്ക് അറിയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് വ്യക്തമായ ബോധ്യം കൊണ്ടുവേണ്ടതാണ് ചുറ്റുപാടുമുള്ളവരെല്ലാം പിടിച്ച് മാറ്റുന്നുണ്ട്. എല്ലാം ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ സിനിമ ഇപ്പം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു പോകാൻ കാര്യം എന്നോട് ഇഷ്ടമുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന തൊഴിലാളി. പിന്നെ പട്ടിണി കിടന്നാലും ഈ പ്രലോഭനങ്ങളിൽ വീഴാത്ത തൊഴിലാളി. മനസ്സിലായോ? ദേ ഇങ്ങോട്ട് വാ, ഞാൻ ഇന്ന ഡേറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓടിപ്പോകാത്ത തൊഴിലാളി. അതിപ്പം അന്യ സ്റ്റേറ്റിലുള്ളവരും ഇപ്പോൾ ബാംഗ്ലൂരും ഹൈദരാബാദിലുള്ളവർക്കൊക്കെ ഇവിടെയുള്ളവർക്ക് കൂടുതൽ ഈ ഇഷ്യൂസ് അറിയാം. കാരണം നമ്മുടെ പലർക്കും അറിയില്ല. കാരണം അവർ ചോദിക്കുന്ന ദൈവമേ, മമ്മൂട്ടിയും ദിലീപും സിബിമലയിലും കമലും ഇങ്ങനെ ഈ ലൈംലൈറ്റിൽ നിൽക്കുന്നവർ ഒറ്റയ്ക്ക് വിനയനത്തിനാണ് എതിർക്കുന്നത്. ഇവർ ചെയ്തു കൂട്ടുന്നത് എന്താണ്? ഇവരുടെ കാര്യം കാണാൻ വേണ്ടി കോടികളുടെ ഈ മേഖലയിൽ ഇവർ കാണിക്കുന്ന സ്വാർത്ഥത, അതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നു. അല്ലാതെ എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ലീഡർഷിപ്പിലും ഇല്ല. ഞാൻ മാക്ട ഫെഡറേഷൻ ലീഡർഷിപ്പിലൊന്നും ഞാനില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. അത് ആർക്കും ആവശ്യമുണ്ടോ അവരെടുത്തുകൊണ്ട് പോട്ടെ. ഇപ്പം തൊഴിലാളിക്ക് ആവശ്യമുണ്ടോ അവർ മുന്നോട്ട് വരട്ടെ. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. സാധാരണ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇന്നില്ല. ഇന്നുള്ളത് ഇതിൻ്റെ ഇടനിലക്കാരാണ്. ഏതെങ്കിലും വിദേശ മലയാളി കോടികൾ കൊണ്ടുവരും. അതിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ സൂപ്പർ സ്റ്റാറിന് അതിൻ്റെ വലിയൊരു വിഹിതം കൊടുത്ത് അയാളുടെ ഡേറ്റും മേടിച്ചിട്ട് ഈ പറയുന്ന വിദേശ മലയാളിയെ ശരിക്കും പറ്റിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഇടനിലക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം. വേറൊരു വിഭാഗം ഈ അസോസിയേഷൻ്റെ തലപ്പത്ത് കയറിയിരുന്നുകൊണ്ട് ആ തലപ്പത്തിരിക്കുന്ന അവരുടെ ഒഫീഷ്യൽ പവർ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കാശില്ലാതെ സിനിമ എടുക്കുന്നത് എങ്ങനെയാണെന്ന്